അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമ്മൾ ഈ ദുനിയാവിൽ സ്നേഹിക്കുന്നത് ആരെയാ? സിനിമാ താരങ്ങളെ, ഉമ്മമാരാണെങ്കിൽ സീരിയൽ നടിമാരെ, അല്ലെങ്കിൽ സിനിമ നടിമാരെ, മക്കളാണെങ്കിൽ കായിക താരങ്ങളെ, മെസ്സിനെയും റൊണാൾഡോനെയൊക്കെയാണ് സ്നേഹിക്കുന്നത്, അല്ല മക്കളെ? ഇന്നിപ്പോ നമ്മുടെ മദ്രസയിലേക്ക് പോകുന്ന, ഇവിടെ ഉണ്ടോന്ന് അറിയില്ല, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തൊക്കെ ഇത് കുറച്ച് വെച്ചിക്ക, അത് പോയോ? ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് അവിടെ രാവിലെ മദ്രസയൊക്കെ വന്നു കഴിഞ്ഞാൽ കുറേ മെസ്സിയും കാണാം, കുറേ നെയ്മറിനെയും കാണാം, കുറേ റൊണാൾഡോയും കാണാം. എന്താ സംഭവം? കുട്ടികളെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് നേരെ വരുന്നത് മദ്രസയ്ക്കാണ്. അതേ ഡ്രസ്സിൽ തന്നെ വന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ബാക്കിൽ നിന്ന് ഇങ്ങനെ നോക്കിയ കുറേ നെയ്മർമാരെ കാണാം. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമ്മുടെ മക്കളെ നമ്മൾ എവിടത്തേക്കാണ് വിടുന്നത്? നമ്മുടെ മക്കളെ നമ്മൾ എവിടത്തേക്കാണ് വിടുന്നത്? ദീന് പഠിക്കാൻ വേണ്ടി മദ്രസയിലേക്ക് പഠിപ്പിക്കാൻ നമ്മളെ മക്കളെ പറഞ്ഞയക്കുമ്പോ അതിന്റെ ചിട്ടയിലും അതിന്റെ ഒരു മാന്യതയിലുമാകണം നമ്മൾ വിടേണ്ടത്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. പിന്നെ എങ്ങനെയാ നമ്മുടെ മക്കൾ വഴിപഴച്ചു പോവാ? പിന്നെ എങ്ങനെ നമ്മുടെ മക്കൾ വഴി പിഴച്ചു പോവാതിരിക്കുക? അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് എൻ്റെ മുഅ്മിനീങ്ങളോട് പറയാനുള്ളത്, നമ്മൾ ഈ ദുനിയാവിൽ ആരെയാണോ ഇഷ്ടപ്പെടുന്നതെങ്കിൽ അവരുടെ കൂടെയാണ് നാളെ പരലോകത്ത് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതിങ്ങ് പറഞ്ഞ സമയത്ത് അവിടുത്തെ ഹാദിമാകുന്ന മഹാനായ അനസ് ബിൻ മാലിക്